വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. അവനെ ഒന്ന് വിളിച്ചു നോക്കാനുള്ള മോഹം വല്ലാതെ കൂടി. പക്ഷെ താഴെ ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് ലിസിയാനിയും പപ്പയും കാത്തിരിപ്പുണ്ട്. ഇനിയിപ്പോൾ വിളിച്ചാൽ തനിക്ക് അവനും ഫോൺ കട്ട് ചെയ്യാനും തോന്നില്ല. ഞാൻ എത്തിയെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് അവനൊരു മെസ്സേജ് ചെയ്തു. അതുകൊണ്ട് കിടക്കുമ്പോൾ അവനെ വിളിക്കാം, കൊതി തീരെ സംസാരിക്കാമെന്ന് കരുതി അവൾ കയ്യിൽ ആദ്യം കിട്ടിയൊരു മീഡിയം ഷർട്ടും വലിച്ചെടുത്തുകൊണ്ട് കുളിക്കാൻ കയറി. ഫോൺ ചാർജിലിട്ടുകൊണ്ടാണ് താഴേക്ക് ചെന്നത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ലിസിയാനി കാത്തിരിപ്പുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോൾ ആന്റിക്കൊപ്പം പപ്പയും വന്നിരുന്നു. സന്തോഷത്തോടെ കോളേജ് വിശേഷങ്ങളെല്ലാം അവരോട് രണ്ടുപേരോടും പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്. ആന്റിക്ക് എന്താ വയ്യേ? കഴിച്ചു കഴിഞ്ഞ് എണീക്കുമ്പോൾ മിത്ര പെട്ടെന്ന് ചോദിച്ചു കേട്ടതും ലിസിയുടെ മുഖം വിളറി വെളുത്തുപോയി. രാവിലെ മുതൽ അവൾക്കൊരു തലവേദന പറയുന്നുണ്ട്. നീ വരുമെന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റതാ. ആരെന്തെങ്കിലും പറയുമെന്ന് ഡെന്നീസ് പറഞ്ഞു. ആണോ? എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാത്തെന്തേ? മിത്ര കൈ കഴുകി തുടച്ചുകൊണ്ട് അവരോട് അരിവോട് ചോദിച്ചു. അത്രയൊന്നും ഇല്ലടാ, നിന്നെ കണ്ടപ്പോൾ തന്നെ പാതി മാറി. ആരവളുടെ കവളിൽ പതിയാൻ തൊട്ടു. ഡെനീസ് കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വീണ്ടും. പപ്പയ്ക്ക് എന്ത് പറ്റി? അവൻ ചോദിച്ചുകൊണ്ടുള്ള ആ പുറകെ ചെന്നു. എന്താപ്പാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുറ്റത്തുള്ള ഇരിപ്പിടത്തിൽ ഡെന്നീസിന്റെ അരികിൽ ചെന്നിരുന്നുകൊണ്ട് മിത്ര ചോദിച്ചു. ഏയ് ഒന്നുമില്ലടാ. അയാളുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. അയാളുടെ മൂടൊന്ന് മാറ്റാൻ വേണ്ടിയാണ് മിത്ര മനഃപൂർവ്വം പുതിയ പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ അതിൽ അവൾ പ്രതീക്ഷിക്കുന്ന ഒരു ആവേശം അയാളിൽ കാണാൻ കഴിഞ്ഞില്ല. അതോടെ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതവളുടെ ഹൃദയഭാരം കൂട്ടി. പെട്ടെന്നാണ് ഡെന്നീസിന്റെ ഫോൺ ബെല്ലടിച്ചത്. ടീനയാണല്ലോ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അതോടെ മിത്രയുടെ പരവേശം ഒരുപാട് കൂടി. ഇതുവരെയും ഏതൊരു കാര്യത്തിനും താൻ ഇതുപോലെ വെപ്രാളപ്പെട്ടിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. താൻ എത്തിയോ എന്നറിയാനാണ് അവൾ വിളിക്കുന്നത് മനസ്സിലായതും അവൾക്ക് അല്പം ആശ്വാസം തോന്നി. നിന്റെ ഫോൺ എവിടെ മോളെ? ടീനയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് ടെന്നീസ് ആദ്യം ചോദിച്ചാൽ അതാണ്. റൂമിലെ അപ്പ ചാർജ് ഇരുന്നു പോയി, കുത്തിയിട്ടേക്കുവാ. ആ, അതാവും ടീന മോൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞ്. നീ എത്തിയോന്ന് അറിയാൻ വിളിച്ചതാ. നീ എന്തേ വന്നവളോട് വിളിച്ചു പറയാഞ്ഞ്? ഞാനത് മറന്നുപോയി അപ്പ. നീ എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ്? മിത്രയുടെ അതുവരെയുള്ള സമാധാനം കൂടി ഇല്ലാതാകാൻ പ്രാപ്തി ഉണ്ടായിരുന്നു ഡെന്നീസിന്റെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആ ചോദ്യത്തിന്. തുടക്കം മുതൽ, അതായത് രാഹുലുമായിട്ട് അന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും അതിന് പിറകെ വിശ്വ ഇടപെട്ടതും അവന്റെ കയ്യിൽ നിന്ന് തന്നെ ടീനയെ രക്ഷിച്ചതുൾപ്പെടെ ഡെന്നീസിന്റെ മുന്നിലേക്ക് ഓർമ്മകളുടെ അനുഭവങ്ങളുടെ കെട്ടഴിക്കുകയായിരുന്നു മിത്ര സാവധാനം. അന്നത്തെ അവളുടെ മാനസിക നിലയടക്കം ഡെന്നീസിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന വിധമായിരുന്നു മിത്രയുടെ ഓരോ വിശദീകരണങ്ങളും. ഇന്നത്തെ ആ പ്രശ്നം അവിടെ തീർന്ന് സമാധാനിച്ചെങ്കിലും വീണ്ടും അതിനെ ചൊല്ലിയുണ്ടായ നിരവധി പ്രശ്നങ്ങൾ. ഒന്നിനു പിറകെ ഒന്നായി തന്നെ ഈ വിഷയം വിടാതെ പിന്തുടരുന്ന രാഹുലും അവന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കോളേജിൽ തന്നെ നേതാവായിരുന്ന നിതിനും കൂട്ടരും ആർക്കെതിരെ ശബ്ദിച്ചു എന്നുള്ള ഒറ്റ കുറ്റത്തിന് തനിക്ക് മേൽ അവൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ അതിൽ നിന്നെല്ലാം വിശ്വ തന്നെ രക്ഷിച്ചത്, അതിനുവേണ്ടി അവൻ മുറിവേറ്റത് അതിൽ അയാളോട് തുറന്നു പറയുമ്പോൾ പ്രണയത്തിനും സ്നേഹത്തിനും അപ്പുറം വല്ലാത്തൊരു ആരാധനയായിരുന്നു അയാൾ അവിടെ മുഖത്ത് കണ്ടത്. തുടക്കത്തിൽ സ്നേഹമായിരുന്നില്ല, സൗഹൃദമായിരുന്നു അവൻ എപ്പോഴും മുന്നിട്ട് നിന്നിരുന്നു. ആ സൗഹൃദത്തിനെ മിസ്യൂസ് ചെയ്യാൻ അവന് മുമ്പിൽ ഒരുപാട് കാരണങ്ങളുണ്ടായിട്ടും വിശ്വ അതിനൊരിക്കലും ശ്രമിച്ചിട്ടില്ലെന്നതായിരുന്നു ഞാൻ അവൽ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി. കുഞ്ഞൊരു ചിരിയോടെ മിത്ര പറഞ്ഞിരുത്തുമ്പോൾ തന്നെ മനസ്സിൽ അന്നേരം വരെ ഉണ്ടായിരുന്ന അസ്വസ്ഥത അവൾ അറിയിക്കാതിരിക്കാൻ ഡെന്നീസ് അങ്ങേയറ്റം പാടുവിടുന്നുണ്ടായിരുന്നു. അവനെ എനിക്ക് ഇഷ്ടമാപ്പ. എനിക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ ഇന്നുവരെ ഇതുപോലെ ഇഷ്ടം എനിക്ക് വേറെ ആരോടും തോന്നിയിട്ടില്ലെന്നുകൂടി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് അവനോട് ഇഷ്ടം തോന്നിയെന്ന് പപ്പ തിരിച്ചു ചോദിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറയാൻ ഉത്തരമൊന്നും ഉണ്ടായിരിക്കില്ല. അവനെ പോലെ അല്ലെങ്കിൽ അവനേക്കാൾ മികച്ച ഒരുപാട് പേരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, അവരായിട്ടൊക്കെ അടുത്ത് ഇടപഴകിയിട്ടുമുണ്ട്. പക്ഷെ അവരോട് ആരോടും തോന്നാത്തൊരു ഇഷ്ടം എനിക്ക് അവനോട് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത അവനുണ്ടെന്ന് തന്നെയാണ് അതിനർത്ഥം. അവനെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് ചേർക്കാൻ തീരുമാനിച്ചു പപ്പ. പതർച്ചയൊന്നുമില്ലാതെ ഉറപ്പോട് പറയുന്ന മകളുടെ നേരെ ടെന്നീസ് സൂക്ഷിച്ചു നോക്കി. പപ്പയോട് പറയാൻ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തു എന്നൊരു തോന്നൽ പപ്പ. അത്രയും പറഞ്ഞിട്ട് അയാൾ ഒന്നും മിണ്ടുന്നില്ലെന്നുണ്ടോ മിത്ര ചോദിച്ചു. ആൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്ന ആ ഇരിപ്പ് കാണുമ്പോൾ. ഏയ് ഒരിക്കലുമില്ല മോളെ, ഇത് നിന്റെ ലൈഫാണ്. നിന്റെ ലൈഫിലേക്ക് പറ്റിയ ആളെ തീർച്ചയായിട്ടും നീ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോ എന്നോട് പറയാതെ നീ മറച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. എല്ലാം എന്നോട് നീയായിട്ട് തന്നെ തുറന്നു പറയുകയും ചെയ്തല്ലോ. അതുകൊണ്ട് എനിക്ക് യാതൊരു പരിഭവവും ഇല്ല. പക്ഷേ തുറന്ന ചിരിയോടെയുള്ള അയാളുടെ സംസാരം ഇത്രയ്ക്ക് ആശ്വാസം പകർന്നെങ്കിലും അയാൾ അവസാനിപ്പിച്ച ആ പക്ഷയിലായിരുന്നു അവളുടെ ആശങ്ക മുഴുവനും. നീ നോക്കുമ്പോ, അതല്ലെങ്കിൽ സ്നേഹത്തോടെ സൗഹൃദത്തോടെ നീ അവനെ സമീപിക്കുമ്പോ നിനക്ക് അവനിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവ് ഒന്നും കാണാൻ കഴിയില്ലായിരിക്കും. ലൈഫാണ്. ഒരു മനുഷ്യനെ ഇഴകീറി പരിശോധിക്കാൻ കഴിയില്ലെങ്കിലും ലൈഫിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ
നമ്മൾ അല്പം സൂക്ഷിച്ചേ മതിയാവും മോളെ. എനിക്കറിയാം നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള സീരിയസിൽ മനസ്സിലാക്കാൻ നിനക്ക് കഴിയും. ബുദ്ധിയുള്ള ആളുമാണ്, വിവേകമുള്ളവളാ. ഇതെല്ലാം എനിക്കും കൂടി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം ഉത്തരവാദിത്വം കൂടുതലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. കാരണം എൻ്റെ ജീവിതവും ജീവനെല്ലാം നിന്നിൽ നിക്ഷിപ്തമായിരിക്കുക. നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചു തന്നെ. ഡെനീസ് ശാന്തമായിട്ടാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അത്രയൊക്കെ പറഞ്ഞിട്ടും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ എന്താണ് പറഞ്ഞു വരുന്നതോ മിത്രക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടില്ല. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ നിന്റെ നല്ല സൗഹൃദമാണ്. അതുകൊണ്ട് നിനക്ക് അവനോടൊരു ഇഷ്ടം തോന്നിയെന്നൊരു തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതൊരു തെറ്റാവാതിരിക്കാൻ എനിക്ക് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യുമെന്നാണ് നിന്നെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ ക്യാൻറ്റീൻ നടത്താൻ വന്ന വിശ്വ നല്ലൊരാളാണെന്ന് നീ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മകൾക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരാൾ, അയാളെ അവൾക്ക് നഷ്ടപ്പെടുത്തരുത് തന്നെയാണ് എൻ്റെ ആഗ്രഹവും. എന്നും കരുതി നീ അവനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൻ്റെ നെഗറ്റീവിന് നേരെ എനിക്ക് കണ്ണടക്കാനും കഴിയില്ല. വല്ലാത്തൊരു കടുപ്പമുണ്ടായിരുന്ന ഡെന്നീസ് അത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിലും മുഖത്തിലുമെല്ലാം പപ്പ എന്താണ് പറയുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. മിത്രയുടെ അവസ്ഥ തുറന്നു പറഞ്ഞു. പറഞ്ഞുതരാം. നിനക്ക് അവനുള്ള ഇഷ്ടം നീ ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. ഞാൻ അവനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പറഞ്ഞ എൻ്റെ മകളെ ജീവിതത്തിലേക്ക് അവനെ ചേർക്കാൻ വേണ്ടുന്ന എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നല്ലപോലെ അന്വേഷിക്കും. ഒരച്ഛൻ എന്ന നിലയിൽ അതിൻ്റെ കടമയാണെന്ന് നിനക്കും അറിയാലോ. അയാളെ തന്നെ നോയിക്കൊണ്ടുള്ള ആ ചോദ്യത്തിന് അറിയാ എന്ന പോലെ മിത്ര തലയാട്ടി കാണിച്ചു. നീ അറിഞ്ഞ വിശ്വം നല്ലവനാണെന്നും അവനെ നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നും അവൻ്റെ സൗഹൃദത്തിൽ നീ കംഫർട്ടാണെന്നുള്ള സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. എൻ്റെ അന്വേഷണത്തിൽ വിശ്വം മോശമാണെന്നൊരു മുന്നറിയിപ്പ് കിട്ടിയ, അതുമല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് അവനെ ചേർത്ത് വെക്കാനുള്ളതിന് എന്തെങ്കിലും തടസ്സങ്ങൾ അവൻ്റെ പാസ്റ്റിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. മിത്രയെ ഒരുപാട് ഭയപ്പെടുത്തിക്കൊണ്ട് അയാളുടെ ശബ്ദത്തിന് കാഠിന്യമേറി. വിശയുടെ സ്നേഹം നിറഞ്ഞ സംസാരങ്ങളും ചിരിയും നോട്ടവുമെല്ലാം അവളുടെ ഹൃദയത്തിൽ പച്ചകുത്തിയതുപോലെ തെളിയുന്നുണ്ടായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെയും. അതപ്പോഴവളെ കൂടുതൽ നോവിക്കുകയാണ് ചെയ്ത്. പപ്പ പതിയെ വിളിക്കുമ്പോൾ വിഷയെക്കുറിച്ച് അയാളോട് ആദ്യം പങ്കുവെച്ച ചൊടിയൊന്നുമില്ലായിരുന്നു അവളുടെ ശബ്ദത്തിൽ. ആൾ നല്ലപോലെ വിറക്കുന്നുണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ലടാ, നീ ടെൻഷനാവല്ലേ. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറഞ്ഞത്. വിഷയുടെ കാര്യം നീ എന്നോട് തുറന്നു പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് അവനുള്ള കാഴ്ചപ്പാട് എന്താണെന്നും അവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് നിലപാടെടുക്കുന്നെന്ന് എന്നോട് തുറന്നു പറയേണ്ട ബാധ്യത എനിക്കുമില്ലേ. ഞാൻ അത് ചെയ്താ. എന്നും കരുതി നീ കണ്ടുപിടിച്ചവൻ മോശമാണെന്നും അവനെ ഞാൻ തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ പറയുന്നൊന്നല്ല ഞാനിപ്പോ നിന്നോട് സംസാരിച്ച്. അതോർത്തുകൊണ്ട് നീ ഭയക്കൊന്നും വേണ്ട. വിളറി വെളുത്തിരിക്കുന്ന മിത്രക്കരിയിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ഡെന്നീസ് അത് പറഞ്ഞെങ്കിലും മിത്രയുടെ മനസ്സിന് അല്പം പോലും ആശ്വാസം ലഭിക്കുകയോ അവളുടെ മുഖം തെളിയുകയോ ചെയ്തില്ല. അശുഭകരമായ എന്തോ ഒന്ന് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നെന്ന തോന്നൽ അവളിൽ ശക്തമായി. വേണ്ടാത്തതൊന്നും ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ ആവേണ്ട. ഞാൻ എന്തായാലും അന്വേഷിക്കും. നിന്റെ ആഗ്രഹം പോലെ തന്നെ അത് നന്നായി വരണമെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് നീ സമാധാനമായി പോയി കിടന്നുറങ്ങ്. യാത്ര കഴിഞ്ഞു വന്നല്ലേ. വാത്സല്യത്തോടെ മിത്രയുടെ മുടിയിലും തഴുകിക്കൊണ്ട് അയാൾ അത് പറയുമ്പോൾ അവൾ എഴുന്നേറ്റ് പോകാൻ മടിച്ചിട്ടെന്ന പോലെ അയാളുടെ തോളിലേക്ക് തലയായിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. വിശയുടെ കയ്യിൽ ഒരുപാട് കാശൊന്നുമില്ല പപ്പ, പക്ഷെ അവൻ്റെ മനസ്സിൽ എന്നോട് നിറയെ സ്നേഹമുണ്ട്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവനെന്നെ നന്നായിട്ട് പരിഗണിക്കാനറിയാം, സ്നേഹിക്കാനറിയാം. അവൻ്റെ സൗഹൃദത്തിൽ ഞാൻ ഓക്കെയാണ്. അവനും ഡ്രാമയൊന്നും അറിയില്ല. ഇതൊക്കെയാ ഞാൻ അവനിൽ കണ്ട ക്വാളിറ്റികൾ. പപ്പ അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം അവന് നെഗറ്റീവായിട്ട് മാറിയേക്കാം. അതുകൊണ്ടാണ് ഞാനിത് ഓർമ്മിപ്പിച്ച്. എനിക്ക് അവന് നെഗറ്റീവുകളെ കൂടി പോസിറ്റീവായിട്ട് കാണാനാണ് ഇഷ്ടം. പണമില്ലായ്മയും ബന്ധുക്കളില്ലായ്മയും ഒരിക്കലും ഒരാളുടെ തെറ്റല്ലല്ലോ. മിത്രപതിയെ വിശയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ എന്തുകൊണ്ടോ ആൾക്ക് വല്ലാതെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവനോടുള്ള പ്രണയം തന്നെ ഇത്രമാത്രം ദുർബലയാക്കിയിരിക്കുന്നതെന്ന് ആൾ മനസ്സിലായ നിമിഷം കൂടിയായിരുന്നു അത്. ഡെന്നീസ് അതിനപ്പോൾ ഉത്തരവൊന്നും പറയാതെ അമർത്തിയൊന്നും മൂളുകയാണ് ചെയ്തത്. അതോടെ മിത്രയുടെ ഹൃദയഭാരം ഇരട്ടിയാവുകയും ചെയ്തു. ഇഷ്ടമൊക്കെ നമുക്ക് ഒരാളോടല്ലേ പപ്പ തോന്നും. എനിക്ക് അങ്ങനെ തോന്നിയ വിഷയോടാ. പപ്പ കഴിഞ്ഞ എന്നെ ഞാനായിട്ട് അടയാളപ്പെടുത്തിയ ആളാണ് അവൻ. അവൻ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്. ദുർബലമായ സ്വരത്തിൽ അത്രയൊക്കെ പറഞ്ഞിട്ടും മിത്രക്കൊരു സംതൃപ്തി തോന്നില്ലായിരുന്നു. ആൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഒരു നിലപാടല്ല ഡെന്നീസിനെ വിഷയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്നതെന്ന് തിരിച്ചറിവ് മിത്രയെ അപ്പാടെ തകർത്തുകളെ മാത്രം പ്രാപ്തിയുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളെ, നീ അറിഞ്ഞ വിശ്വ വളരെ നല്ലവരായിരിക്കും. ഞാൻ അറിയുമ്പോഴും അവൻ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാ എൻ്റെയും ആഗ്രഹം. അവനെക്കുറിച്ച് നിനക്കറിയാവുന്നില്ല നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാനോ നീയോ അറിയാത്ത എന്തെങ്കിലും നെഗറ്റീവ് അവനുണ്ടെങ്കിൽ അതും നമ്മൾ അറിയേണ്ടതാ.
കാരണം ജീവിതത്തിലേക്ക് ഒരാളെ ചേർത്ത് വെച്ചിട്ട് പിന്നീട് അയാളുടെ നെഗറ്റീവുകളെ പറഞ്ഞുകൊണ്ട് അയാളെ ഉപേക്ഷിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കുന്നതിൽ എത്രയോ നല്ലതാ നെഗറ്റീവായിട്ടുള്ള ഒരാളെ അത് നെഗറ്റീവാണ് തന്നെയുള്ള ബോധ്യത്തിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. ശാന്തമായിട്ട് തന്നെ ആശ്വസിപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് മിത്രക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ട് അവൾക്ക് അതിന് കഴിയുന്നില്ല. അയാൾ പറയുന്ന ഓരോ വാക്കുകളും തന്റെ നെഞ്ചിരിപ്പും ഹൃദയഭാരവും കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലേക്ക് എബിയുടെ കാര്യം കൂടി പറയണമെന്നായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്ക. താൻ പറഞ്ഞാലും ഇല്ലെങ്കിലും വിഷയെക്കുറിച്ച് താൻ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അവനെക്കുറിച്ച് അറിയാൻ പപ്പ എന്തായാലും ടീനെ എബിയോ അബിയോ വിളിക്കുമെന്ന് മിത്രക്ക് ഉറപ്പുണ്ട്. എബിയുടെ ഇഷ്ടം അവർ പറഞ്ഞിട്ട് പപ്പ അറിയുന്നു അവന് തനിക്ക് അങ്ങനെ ഒരു മനസ്സോടെ കാണാൻ കഴിയില്ലെന്ന് താൻ പറഞ്ഞറിയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പപ്പ മിത്ര അയാളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പതിയെ വിളിച്ചു. ഡെനീസ് അവളെ നോക്കാതെ തന്നെ മൂളി. എനിക്കൊരു കാര്യം പറയാനുണ്ട് പപ്പ. അയാളുടെ പ്രകടമായുള്ള അവഗണന അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? അയാൾ ആ ശാന്തത അഭിനയിക്കുകയാണോ എന്ന് പോലും മിത്രക്കപ്പോൾ തോന്നിയിരുന്നു. എനിക്ക് പറയണം പപ്പ. ആളുടെ സ്വരവും മുറുകി തുടങ്ങി. വിഷയെക്കുറിച്ച് തന്നെയാണോ? അല്ല, എബിനെ കുറിച്ച്. അവനെന്താ എബിക്ക് നിന്നുള്ള ഇഷ്ടത്തിനെ കുറിച്ച് പറയാനാണോ? ആളൊട്ടും പ്രതീക്ഷിക്കാതെ ആ ചോദ്യം. മിത്ര മുഖം ചുളിച്ചുകൊണ്ട് അയാളെ നോക്കി. ഈ കാര്യം പപ്പയോട് ആര് പറഞ്ഞു? ആരെങ്കിലും പറയാതെ അറിയാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെന്ന് എനിക്കറിയില്ലേ. അതിലെ ഞാൻ ആരാന്ന് ചോദിച്ച്? അത് നീ അറിയണ്ട. സംഭവം ശരിയല്ലേ? അത് തന്നെയല്ലേ നിനക്ക് പറയാൻ. വെല്ലുവിളി നിറഞ്ഞൊരു ചിരിയുണ്ടോ അയാൾക്ക്. മിത്ര അയാളെ സൂക്ഷിച്ചു നോക്കി. അല്ലേ? ആളൊന്നും മിണ്ടാത്തോണ്ട് ഡെനീസ് ഒന്നുകൂടി ചോദിച്ചു. അതെ, അതുതന്നെയാ. ഒട്ടും തെളിച്ചമില്ലാതെ അവളെ സമ്മതിച്ചു കൊടുത്തു. 6-3 പേരിൽ ആരോ ഒരാൾ എബിനെ കുറിച്ച് മാത്രമല്ല വിഷയെക്കുറിച്ചും പപ്പയോട് തനിക്ക് മുന്നേ അവതരിപ്പിച്ചു കഴിഞ്ഞാണെന്ന് മിത്രക്ക് ഉറപ്പായി. മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് താൻ വിഷയെക്കുറിച്ച് പറയുമ്പോൾ അതിനെങ്ങനെ നേരിടുമെന്നും പപ്പ തീരുമാനമെടുത്തിരുന്നു. ആ പറഞ്ഞ നിലപാട് വെച്ചിട്ട് വിഷയെക്കുറിച്ച് അറിഞ്ഞൊന്നും അത്ര നല്ലതല്ലെന്ന് കൂടി അവൾക്ക് ഉറപ്പായി. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് താൻ ഇത്രയും തിരക്കിയിട്ട് വന്നതെന്നെ. അതിപ്പോ വെറുതെ ആയതുപോലെയാണ്. ഇനിയിപ്പോ താൻ എന്തൊക്കെ പറഞ്ഞാലും അവർ പറഞ്ഞു കൊടുത്ത അറിവ് വെച്ചുള്ള വിഷയെക്കുറിച്ചായിരിക്കും പപ്പ അന്വേഷണം നടത്തുന്നത്. അതൊരിക്കലും പോസിറ്റീവായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. എല്ലാം കൂടി ആലോചിച്ച് നോക്കിയിട്ട് മിത്രക്ക് തലവിരുത്തു. ഗുഡ് നൈറ്റ് പാപ്പ. ഇനി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലാക്കി മിത്ര എഴുന്നേറ്റു. ഗുഡ് നൈറ്റ്. അതിൽ കൂടുതലൊന്നും അയാളും പറഞ്ഞില്ല. സാധാരണ തമ്മിൽ ചേരുന്ന നിമിഷങ്ങൾ അങ്ങനെ അല്ലായിരുന്നു പിരിയുന്നത്. അതിന്റെ ഒരു ഹൃദയഭാരത്തോടെയാണ് മിത്ര അകത്തേക്ക് ചെന്നു. ആൾ കയറി ചെല്ലുമ്പോൾ ലിസി ആളിൽ തന്നെ ഇരിപ്പുണ്ട്. മിത്രയെ കണ്ടപ്പോൾ അവരെ എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ അവിടെ അരികിലേക്ക് ചെന്നിട്ട് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചു. രണ്ടുപേർക്കും പറയാൻ കഴിയാത്തൊരു സങ്കടം ചങ്കിൽ കൊളുത്തി വലിക്കുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാതെ സോഫയിലേക്കുന്ന ലിസിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കണ്ണടച്ച് കിടക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള തന്റെ പ്രണയകാലം ഒട്ടും സുന്ദരമായിരിക്കില്ലെന്ന് മിത്ര തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എതിരെ നിൽക്കുന്ന രണ്ടും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഓരോരോ കാരണങ്ങൾ കൊണ്ട് തനിക്ക് ഉപേക്ഷിച്ച് കളയാൻ കഴിയാത്തവർ. ഇവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ താൻ ശക്തമായി പോരാടേണ്ടി വരുമെന്നും ആൾക്ക് ഉറപ്പായി. വിശ്വ ആ വിളിയിൽ നിന്ന് തന്നെ അവൻ അവളുടെ മനസ്സ് പിടികിട്ടി കഴിഞ്ഞു. താൻ യാത്രയാക്കിയതുപോലെയല്ല ആളുടെ പപ്പയുടെ മറുപടി. അതെന്താവുമെന്ന് താൻ ഏറെക്കുറെ ഊഹിച്ചു കഴിഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ചെറിയൊരു സൂചന അയാൾക്കും കൊടുത്തിരുന്നു. പക്ഷെ മിത്രക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുമപ്പുറം തന്നെ നഷ്ടപ്പെടുമോ? അതുകളിൽ ഡെനീസിന് വേണ്ടി തന്നെ ഉപേക്ഷിച്ച് കളയേണ്ടി വരുമോ? തനിക്ക് വേണ്ടി ഡെനീസിനെ സങ്കടപ്പെടുത്തേണ്ടി വരുമോ? എന്നിങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ ആൾ വളരെയധികം അസ്വസ്ഥയാണ്. പപ്പയുടെ രാജകുമാരിയല്ലേ എൻ്റെ പെണ്ണ്. അപ്പൊ പിന്നെ ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആ രാജകുമാരിക്ക് നേടിത്തന്നെന്ന് പപ്പ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ മിത്ര. അതിനിങ്ങനെ ഒരു ടെൻഷനായല്ലോ. അവനൊരു ചിരിയോടെ ശാന്തമായി ചോദിച്ചു. നിനക്കെങ്ങനെ മനസ്സിലായി? ആൾ അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴും അവന് ചിരിയാണ്. എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആൾ ആ പറഞ്ഞ സത്യമാണ്. വന്നിട്ടാൾ അവനെ വിളിച്ചിട്ടില്ല. വന്നു എന്നൊരു മെസ്സേജ് മാത്രമാണ് ചെയ്തത്. താഴെ ലിസി ആന്റിയുടെ കൂടെയായിരുന്നു ഇതുവരെയും. കുറച്ചു മുന്നെയാണ് മുകളിലേക്ക് കയറി ചെന്ന്. ഡെനീസ് അപ്പോഴും അകത്തേക്ക് വന്നിട്ടില്ല. ലിസി അവൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല. പറയിച്ച നിനക്ക് എങ്ങനെ അറിയാം? ആൾ ആ ചോദ്യം തന്നെ ഒന്നുകൂടി ചോദിച്ചു. അതൊരു സീക്രട്ടാ. അതെനിക്കും പറഞ്ഞ നിന്റെ കൂടെ ഞാൻ എൻ്റെ ഹൃദയം കൂടി തന്നു വിട്ടിട്ടല്ലേടി. അവിടെ എന്ത് നടന്നാലും അത് ഞാൻ കൂടി അറിയാതിരിക്കില്ലല്ലോ. മിത്രക്ക് ചിരി വന്നവൻ്റെ പറച്ചിരി കേട്ടപ്പോൾ കത്തിപ്പടരുന്ന പോലെ നീറി നീറി നിന്നിരുന്ന തന്നെ നെഞ്ചകം എത്ര പെട്ടെന്നാണ് വെള്ളമൊഴിച്ച പോലെ അണഞ്ഞു പോയത്. പപ്പ വഴക്ക് പറഞ്ഞു. വിശ്വാലിയോടെ ചോദിച്ചു. ഇല്ല, പക്ഷേ എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. എന്നാലും വിശ്വ എനിക്കെന്താ പോലെ എന്തൊരു ബാഡ് മൈൻഡ് പപ്പയ്ക്ക്. മിത്രക്ക് വീണ്ടും സങ്കടം വന്നു. സാറില്ലെന്നേ എനിക്ക് മനസ്സിലാവും.
ആ പപ്പയും പപ്പയുടെ പുന്നാര മോളെയും രണ്ടുപേരെയും വിഷമിപ്പിക്കരുതെന്ന് തന്നെയാണ് എനിക്ക്. അവളോട് പറയുമ്പോൾ അവനും വല്ലാതെ നോവുന്നുണ്ടായിരുന്നു. പക്ഷെ അവളെ പോലെ അത് പ്രകടിപ്പിക്കാൻ കഴിയില്ലെന്ന് മാത്രം. ഞാൻ ഇതുവരെ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചില്ല വിശ്വ. ഒന്നിനു വേണ്ടിയും എനിക്കിപ്പോൾ വല്ലാത്തൊരു ഭയം. വരുന്നിടത്ത് വെച്ച് കാണുന്നൊരു എന്നൊരു നെവർമെൻ്റ് ആയിരുന്നു എനിക്ക് മിക്കവാറും എല്ലാ കാര്യത്തിലും. പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്കങ്ങനെ കരുതാൻ കഴിയില്ല. പപ്പയോടൊന്നും എതിർത്ത് പറയാൻ പറ്റുന്നില്ല. ശരിക്കും ഞാനൊരു ട്രാപ്പിൽ പെട്ടുപോയ പോലെ നെറ്റി തടവിക്കൊണ്ട് മിത്ര പറഞ്ഞു. അതേലോ, നീ ഒരു ട്രാപ്പിൽ തന്നെയാ. ആദ്യത്തെ ട്രാപ്പ് പ്രണയം എന്ന ട്രാപ്പ്. അകപ്പെട്ടുപോയവരൊക്കെ ചുറ്റിപ്പോയിട്ടുണ്ടെന്നാ അനുഭവസ്ഥര് സാക്ഷി പറയുന്നു. ഹെവി റിസ്ക് ആണെന്നും. ആ ഒരു കള്ളത്തരം. അതെ, റിസ്ക് തന്നെയാ. ചുറ്റിപ്പോയിട്ടുണ്ട് ഇപ്പോഴേ. അതുകൊണ്ട് അതങ്ങ് തുടരാൻ തന്നെയാ തീരുമാനം. ആൾക്കും വല്ലാത്തൊരു ആവേശമുണ്ട്. കൊള്ളാം, നല്ല തീരുമാനം. വിശ്വകൾ അഭിനന്ദിക്കും പോലെ പറഞ്ഞു. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? പിന്നില്ലേ, ഞാൻ കട്ടക്ക് കൂടെ ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ട്രാപ്പിൽ തന്നെയാണല്ലോ. മിത്ര ഡെന്നീസ് മാത്യു ഒരിക്കൽ ഈ പ്രണയത്തിന്റെ ചുഴിയിൽ. പപ്പ സീനാണ് വിശ്വ. ആൾക്ക് അപ്പോഴും അതാണ് സങ്കടം. പോട്ടെ, പപ്പയല്ലേ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ കരുതിയാൽ മതി. നീ ഒരുമാതിരി അമ്മാമാരെ പോലെ പറയാനൊരു വിശ്വ. നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മ എനിക്ക് വേണ്ടെങ്കിലോ? ആൾക്കാരെ പറച്ചിലേറ്റിട്ട് ദേഷ്യം വന്നു. നിനക്കെന്നെ സ്നേഹിക്കണ്ടായിരുന്നു തോന്നുന്നുണ്ടോടി? ആരൊരു മറുചോദ്യമാണ് ചോദിച്ചത്. അതെ, തോന്നുന്നുണ്ട്. മിത്ര പല്ലടിച്ചു. പക്ഷേ തോന്നിയിട്ട് കാര്യമില്ല, ഞാൻ വിടില്ലല്ലോ. ഇനിയിപ്പോ എന്തായാലും ഞാൻ ഈ പപ്പയുടെ പുന്നാരമോടെ അങ്ങനെ വിട്ടുകളയാൻ പോകുന്നില്ല. ആരുറക്കെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. നീ വന്നത് പപ്പയെ കാണൂ. എനിക്ക് തോന്നുക നിന്നോട് സംസാരിച്ച പപ്പ കുറെ ഓക്കെ ആവും. മിത്ര മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു. ആ കാണാം, ഞാനത് കരുതിയതാ. പക്ഷെ അതിപ്പോ വേണ്ടടി. പപ്പയ്ക്ക് തെറ്റിദ്ധാരണ തോന്നുന്നു. ആരോടും സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ഇപ്പോഴുള്ള പപ്പയുടെ നീരസം മാറുമെന്ന് മിത്രക്ക് തോന്നുന്നുണ്ട്. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? പറഞ്ഞില്ലേ ഞാൻ, പ്രണയം ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടി തന്നെയാണ്. ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ നിന്നോട് തിരികെ ഇങ്ങോട്ട് പോരേണ്ടെന്ന് അങ്ങനെ പറയുന്ന എന്റെ പേടി. വിശ്വാന്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി മിത്ര ആലോചിച്ച് നോക്കിയത് തന്നെ. അതോടുകൂടി അവളുടെ പരിവേശം കൂടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.